റീസെന്റ് ക്ലിനിക്കിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒരു അമ്മയെ ഒരു മോളെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ മോക്ക് നല്ല വയറ്റിളക്കം. അപ്പൊ നാച്ചുറലി വയറ്റിളക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ലൂസ് മോഷൻ ആയിരിക്കും, അതിന്റെ കാരണം എന്ത്. അപ്പൊ ചോദിച്ചപ്പോ മനസ്സിലാക്കിയത്, അന്ന് തന്നെ ആ കുട്ടി 3 പാക്കറ്റ് ചീറ്റോസ് കഴിച്ചായിരുന്നു. അപ്പൊ ഈ 3 പാക്കറ്റ് ചീറ്റോസ്, അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ മോക്ക് ഇങ്ങനെയൊക്കെ ചീറ്റോസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ മറുപടിയാണ് ഇത്. ഡോക്ടറെ, മോള് സ്കൂളിൽ നിന്ന് വരുമ്പം എന്നൊരു പാക്കറ്റ് ചീറ്റോസ് റെഡി ആയിട്ട് വേണം. അത് അന്നേരം നമ്മൾ കയ്യിൽ ആ ചീറ്റോസ് ഇല്ല, ഇല്ലെങ്കിൽ വീട്ടിൽ വരുമ്പം ചീറ്റോസ് ഇല്ലെങ്കിൽ പിന്നെ അവരവിടെ ഭയങ്കര കരച്ചിലും ബഹളമായിരിക്കും. അപ്പൊ അവളുടെ ആ ബഹളം കേട്ട് നമ്മൾ അത് ചെയ്തു പോവും, ഇല്ലെങ്കിൽ നമ്മൾ കേട്ടു പോവും. ഞാൻ ചോദിച്ചപ്പോ ഡെയിലി ചീറ്റോസ് കഴിക്കുമോ? ആ, ഡെയിലി 2-3 പാക്കറ്റ് ചീറ്റോസ് കഴിക്കും. അപ്പൊ കുട്ടി ഇങ്ങനെയാണ് ഇരിക്കണേ കേട്ടോ. അപ്പൊ ഈ അമ്മയടുത്ത് ഞാൻ സംസാരിച്ചപ്പോ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ മോക്ക് എന്തിനാ ചീറ്റോസ് വാങ്ങിച്ചു കൊടുക്കണേ? അത് നമ്മൾ എന്ത് ചെയ്യാനാ, കൊച്ചു ബഹളം വെക്കല്ലേ. ഞാൻ പറഞ്ഞു, നാളെ കൊച്ചു കത്തി വെച്ച് കളിക്കാൻ ബഹളം വെച്ചാൽ നിങ്ങൾ വിടുവോ? അല്ലെങ്കിൽ തീ വെച്ച് കളിക്കാൻ ബഹളം വെച്ചാൽ നിങ്ങൾ വിടുവോ? അപ്പൊ മദർ, അങ്ങനെയല്ല, അത് ഇങ്ങനെ വിടും. അപ്പൊ ഇത് റീസെന്റ് ആയിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് കണ്ടുവരുന്ന ക്ലിനിക്കിലെ സ്ഥിരം ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഈ പേരന്റിങ് മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് പെർമിസീവ് പേരന്റിങ്. പക്ഷെ എന്റെ പ്രകാരം ആസ് എ ഡോക്ടർ ഞാൻ അതിനെ ഒരു ടെർമിനോളജി ഇട്ടത് സ്ലേവ് പേരന്റിങ് എന്നാണ്. അതില് പേരൻസ് ആണ് കുട്ടികളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണത്. ഓരോ കാര്യങ്ങൾ വീട്ടിൽ നടക്കണമെങ്കിൽ കുട്ടിയെടുത്ത് ചോദിക്കും, എന്നിട്ട് കുട്ടി പറയണത് പോലെ ആയിരിക്കും വീട്ടിൽ നടക്കണം. അതേപോലെ പേരൻസ് സ്ലേവ് പോലെ ബിഹേവ് ചെയ്യും. അപ്പൊ ഇത് ഇന്ന് മാത്രമല്ല, ഒരു വളരെ റീസെന്റ് 2 or 3 days ബിഫോർ ഞാൻ എൻ്റെ ഫ്രണ്ട് അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഫ്രണ്ടിന്റെ മോള് മൈറ്റ് ബി ഷി വാസ് സം 6-7 years old. അപ്പൊ അച്ഛാ ബാ പോവാം, അച്ഛാ ബാ പോവാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ഇനി ഞാൻ നിന്ന് സംസാരിച്ചാൽ ശരിയാവൂല, അവള് ബഹളം വെക്കും കേട്ടോ, അവള് ഇനി കേൾക്കൂല, ഞാൻ പോട്ടെ. എന്തോന്നാണ് ഇത്? ഈ പേരന്റിന്റെ രീതി എന്താണ്? പേരൻസ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആരാണ്? പേരൻസ് ആണ് ശരിക്കും കുട്ടികളെ നല്ല രീതിയിൽ വളർത്തേണ്ടിയത്. കുട്ടികൾക്ക് ശരിക്കുമുള്ള രീതിയും വഴിയും കാണിച്ചു കൊടുക്കേണ്ടത് പേരൻസാ. പക്ഷെ കുട്ടികൾ പറയണത് പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ, അപ്പൊ ഈ പേരൻസ് അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയണത് എന്തറിയാമോ? ഓ, എൻ്റെ അച്ഛനമ്മയൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ ഒത്തിരി അടിക്കുമായിരുന്നു, വളരെ ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് റിസ്ട്രിക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പേരൻസ് അങ്ങനെ ചെയ്താലും ഇന്ന് നിങ്ങൾ സക്സസ്ഫുൾ ആണ്, ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ അതിന്റെ ഒരു പങ്ക് പേരൻസിനെ ഇല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കണം, ശരിയാണോ? അതിന്റെ അർത്ഥം ആസ് എ ഡോക്ടർ ഞാൻ കുട്ടികളെ ഇട്ട് അടിക്കാന്നല്ല ഞാൻ പറയണത്. പക്ഷെ കുട്ടികളെ തിരുത്തേണ്ടിയത്, ഡിസിപ്ലിൻ ചെയ്യേണ്ടത് കുറെ രീതികളുണ്ട്. നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റും. ഈ പെർമിസീവ് പേരന്റിങ് ഇതിന്റെ ഒരു ലെവലാണ് ഞാൻ പറയണേ. ഈ പേരൻസ് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാലായാലും സോഷ്യൽ മീഡിയയിലായാലും കൂടുതൽ കണ്ടുവരുന്നത് പാപ്പാസ് പ്രിൻസസ്, പ്രിൻസ് മമാസ് പ്രിൻസ്. ഇതെന്തോന്നാണ്? ഇത് എന്താണ് നിങ്ങൾ കാണിക്കണത്? കുട്ടികൾ പറയണത് പോലെ അതിന്റെ പോലെ തന്നെ അച്ഛനമ്മ തൊഴും. ഇതെന്തോന്ന് രീതിയാണ്? ഇപ്പൊ ഇത് ചെയ്തു വന്ന, ഞാൻ ഇത് പറയാൻ കാരണം റീസെന്റ് ഒരു കേസ് വന്നായിരുന്നു, വേറെ പേരൻസ് ഒരു റൂമിലെ രാത്രി കിടക്കൂല. കാരണം അച്ഛനമ്മയുടെ ഇടയിലാണ് കൊച്ചു കടന്നുകൊണ്ടിരുന്നത്, ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ അമ്മ ആ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അമ്മയെ പുറത്താക്കി. എന്നിട്ട് പേരൻസ് ഇത് അലൗ ചെയ്യുന്നുണ്ട്. പാവം കുട്ടിയല്ലേ. ഇത് ഈ പാരന്റിങ്ങിനാണ് നമ്മൾ പറയുന്നത് പെർമിസീവ് പാരന്റിങ്, എന്റെ പ്രകാരം സ്ലേവ് പാരന്റിങ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. പാരന്റിങ്ങിന്റെ അർത്ഥം തന്നെ വി ആർ പേരൻസ്, അച്ഛനമ്മ ഒരു ടീമാണ്, ആൻഡ് ദേ ഡിസൈഡ് വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ചൈൽഡ്. എന്നിട്ട് അവർ പറയണത് പോലെ തന്നെ കുട്ടികളെ നമ്മൾ നേരെ രീതിയിൽ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തണം. ഈ പെർമിസീവ് പേരന്റിങ് കാരണം സംഭവിക്കുന്നത് എന്തറിയാമോ? ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന കുട്ടികൾ അൺഹെൽതി ഫുഡ്, സ്നാക്കിങ്, കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബേക്കറിയിൽ നിന്ന് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ ഇത് കാരണം സംഭവിക്കുന്നത് കുട്ടികളുടെ ഹെൽത്ത് ഒരുപാട് താഴോട്ട് പോകുന്നുണ്ട്. ക്ലിനിക്കിലെ കൂടുതൽ നമ്മൾ കാണുന്ന ഒബീസ് കുട്ടികളാണ്. ഇതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് എന്താവും അറിയാമോ? ഈ കുട്ടികൾ അവരുടെ സെൽഫ് എസ്റ്റീം നല്ലതായിരിക്കും, ബിക്കോസ് അവർ എവിടെ പോയാലും പേരൻസ് അവർക്ക് കൂടെ സപ്പോർട്ട് നിന്നതും സെൽഫ് എസ്റ്റീം നല്ലതായിരിക്കും. പക്ഷെ വളരെ സെൽഫിഷ് ആയിരിക്കും, വളരെ ഡിമാൻഡിങ് ആയിരിക്കും, വളരെ ഇമ്പൾസീവ് ആയിരിക്കും. അവർക്ക് നോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അത് കേൾക്കാൻ വയ്യ.
അവർ പറഞ്ഞത് ഉദ്ദേശിച്ചത് നടക്കണം. ഒരു ഫോൺ വേണം, പറ്റൂല എന്ന് പറഞ്ഞാൽ അന്നേരം പേരൻസ് അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും കൈവിട്ടു പോണത്. ഒത്തിരി പത്രത്തിലെ കാണാറില്ലേ, കേൾക്കാറില്ലേ, ദറ്റ് ഫോൺ ചോദിച്ചു കൊടുത്തില്ല, സുസൈഡ് കമ്മിറ്റ് ചെയ്തു. ഇതിന്റെ ഒരു ബേസ് ഈ പെർമിസീവ് പേരന്റിങ് ആണ്. ഇറ്റ്സ് എ വേഴ്സ്റ്റ് ഫോം ഓഫ് പേരന്റിങ് യു ക്യാൻ ഡു. അപ്പൊ ഇത് വേഴ്സ്റ്റ് ഫോം ആണെങ്കിൽ പിന്നെ നല്ല ഫോം ഓഫ് പേരന്റിങ് എന്താണ്? കറക്റ്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫ്രീഡം ആവശ്യത്തിന് മാത്രം. ദ കിഡ് ഷുഡ് നോ വാട്ട് ലിമിറ്റ് ദ കിഡ് ക്യാൻ ഗോ. നോ എന്ന് പറഞ്ഞ വാക്ക് പേരൻസിന്റെ വായിൽ തന്നെ കേട്ട് പഠിക്കണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ നാളെ വലുതായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ജോബിന് ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ജോബ് കിട്ടത്തില്ല. ഇപ്പൊ നല്ല ആൾക്കാർ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അതിന്റെ റീസൺ ഇവര് പറഞ്ഞ രീതി പോലെ ആ ആൾക്കാർ ഇല്ലെങ്കിൽ ഈ എംപ്ലോയേഴ്സ് അതിനെ അനുസരിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ ഇവർ പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, ടെൻഷൻ ആണ്, എന്നെ വഴക്ക് പറഞ്ഞു, എന്റെ ജോലി ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാനുള്ള കാരണം ഈസ് ബിക്കോസ് ഓഫ് ദ റോങ് വേ ഓഫ് പാരന്റിങ്. അപ്പൊ ഇത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പൊ ഡോക്ടറെ ശരിയായുള്ള രീതി ഓഫ് പാരന്റിങ് എന്താണ്? ആക്ച്വലി ഞാൻ ഇതിലെ ഒരു ഓഥർ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് ദ റൂൾ ഓഫ് 7-7-7. ഇതെന്ന് പറയാം, ആദ്യത്തെ ഫസ്റ്റ് 7 years ഓഫ് എ ചൈൽഡ്സ് ലൈഫ് ഷുഡ് ബി പ്ലേ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒപ്പം നമ്മൾ കളിക്കണം. ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അവർ ക്യൂരിയസ് ആണ്, ആൻസർ ദെയർ ക്വസ്റ്റ്യൻസ്, പ്ലേ വിത്ത് ദം, ബിക്കോസ് അതാണ് ദ ബോണ്ടിങ് ടൈം. ദ നെക്സ്റ്റ് 7 years ഇസ് ടീച്ച്. അപ്പത്തേക്ക് 14 വയസ്സായി. അപ്പൊ നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കണം, ഫ്രീഡമിന്റെ ലിമിറ്റ്സ് പഠിപ്പിക്കണം, റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കണം. ഈ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് നോ എന്ന് പറഞ്ഞ് കേട്ട് അവർ ശീലിക്കണം. അതാണ് ഈ പ്രായം. ദ നെക്സ്റ്റ് 7 years ഇല്ലെങ്കിൽ ടീനേജ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഗൈഡാണ്. അവിടെ പേരൻസ് ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം, ഇല്ലെങ്കിൽ